ഹായ്, ഇന്ന് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും ആ ഫോമുലയും എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ ഹെവിസൈഡ് ഫംഗ്ഷൻ എന്നൊരു പേരുണ്ട്. ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് u of t minus a ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് u of t minus a is equal to 1 for t greater than or equal to a and equal to 0 for t less than a. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇത് അപ്പോൾ അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു. ഇവിടെ ടി ഡിനോട്ട് ചെയ്യുന്നു, ഇത് ടി എ ഡിനോട്ട് ചെയ്യുന്നു. ഈ ആക്സിസിൽ ടിയും ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t minus a ആണ്. അപ്പോൾ ഈ ആക്സിസിൽ എ എന്ന പോയിന്റ് ഇതാണെങ്കിൽ ടി ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു എയിൽ u of t minus a 1 ആണ്. അപ്പോൾ ഇവിടെ ഈ ആക്സിസിൽ ഇത് 1 ആണ്. അപ്പോൾ ടി ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു എ മുതൽ അങ്ങോട്ടുള്ള ടി വാല്യൂസിനെല്ലാം 1 ആണ് വാല്യൂ. ടി ലെസ് ദാൻ എയിലെ u of t minus a വാല്യൂ 0 ആണ്. അപ്പോൾ ടി ലെസ് ദാൻ എയിലെ 0 ആണ്. അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത്. ഇതാ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഒരു വന്നിട്ട് അടുത്ത ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിൻ്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ 1 വരുന്നതുകൊണ്ടാണ്, ആംപ്ലിറ്റ്യൂഡ് 1 ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് എന്ന പേര് വന്നത്. 1 അല്ലാണ്ട് വേറെ വാല്യൂ വരികയാണെങ്കിൽ ജസ്റ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഫോർമുല മാത്രം മതി. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t minus a is equal to 1 for t greater than or equal to a and equal to 0 for t less than a. അപ്പോൾ ഇവിടെ a is equal to 0 വന്നാൽ നമ്മുടെ ഫോർമുല എങ്ങനെ വരും? u of t only t is equal to എന്താ പറയുക 1 for t greater than or equal to 0 and 0 for t less than 0. ഇതാണ് a is equal to 0 വന്നാലുള്ള ഫോർമുല. ഓക്കെ, ഇനി അടുത്ത ഒരു ഫോർമുല പറയുകയാണ്. നെക്സ്റ്റ് ഒരു ഫോർമുല ഫോർ എ ലെസ് ദാൻ ബി, എയും ബിയും എ ലെസ് ദാൻ ബി, ദ ഫംഗ്ഷൻ p of a minus b is equal to u of t minus b minus u of t minus a. രണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് വരെയാണ് u of t minus b minus u of t minus a. p of a b ഇതിൻ്റെ പേര് യൂണിറ്റ് പൾസ് എന്നാണ്. യൂണിറ്റ് പൾസ് നെക്സ്റ്റ് ഫോർമുല. അപ്പോൾ p of a bയുടെ ഫോർമുല p of a b is equal to 1 for a less than t less than b and equal to 0 otherwise. അപ്പോൾ ഇത് രണ്ടുമാണ് ആദ്യം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് പഠിക്കുന്നത്. സോ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ചെയ്യുന്നത് L of u of t minus a is equal to e raised to minus as divided by s. സോ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഫോർമുലാസ് u of t minus a എന്താണ്, വാട്ട് ഈസ് u of t minus a, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോർമുല ഓർത്ത് വയ്ക്കുക. 1 for t greater than or equal to a and equal to 0 for t less than a. പിന്നെ യൂണിറ്റ് പൾസ്, ഇത് നമുക്ക് ഏതെങ്കിലും ചിലപ്പോൾ പ്രോബ്ലത്തിനകത്തോട് നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് യൂണിറ്റ് പൾസ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ലാപ്ലേസ് ട്രാൻസ്ഫോം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഫോർമുല ഇതാണ് L of u of t minus a. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് e raised to minus as divided by s. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അടുത്തൊരു ഫോർമുലയിലോട്ട് പോവാണ്, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചു കഴിഞ്ഞു. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം നോക്കാം. അതിൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്താണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചു. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം L of f of t is equal to capital F of s, then L of f of t minus a into u of t minus a is equal to e raised to minus as into f of s. അപ്പോൾ ഇതിനകത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ L of f of t minus a into u of t minus a is equal to e raised to minus as into capital F of s. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് ഫോർമുലാസും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the Laplace transform of the function f of t is equal to t for t greater than or equal to 3 and equal to 0 for t less than 3 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രോബ്ലം ആണ്. നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മുടെ മനസ്സിലുടനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോർമുല വരണം. u of t minus a is equal to 1 for t greater than or equal to a and 0 for t less than a. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ t for t greater than or equal to 3, 0 for t less than 3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവൽ കാണുമ്പോൾ തന്നെ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് എത്തണം. t greater than or equal to a യും t less than a യും അതുപോലെയാണ് ഈ ഒരു ഇൻ്റർവൽ വന്നിരിക്കുന്നത്.
പക്ഷേ ഇവിടെ t > 3യിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ t ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ 1 ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ടിയെ പുറത്തെടുക്കുക. t പുറത്ത് വന്നാൽ ഇവിടെ 1 ആകും. ഇവിടെ 0 ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ വീണ്ടും 0 തന്നെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ രീതിയിൽ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യാണ്. ഹിയർ let us rewrite the given function. Rewrite the given function as f of t is equal to, ഞാൻ t പുറത്തെടുക്കുകയാണ്, t into 1 for t greater than or equal to 3 and 0 for t less than 3. ഇങ്ങനെ എഴുതി. അപ്പോൾ നോക്കിക്കേ, ഇതെന്താണ്? ഇത് ഇത്രയും മാത്രം നോക്കിയാൽ ഇതാ ഇവിടെ ഇതിങ്ങനെ വരുമ്പോൾ u of t minus a ആണ്. സോ നമുക്കിതിനെ u of t minus എയുടെ സ്ഥാനത്ത് 3 ആണ്, u of t minus 3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ടിയും കൂടെ ഉണ്ട്. സോ t into u of t minus 3 എന്ന് വരും. Therefore f of t is equal to t into u of t minus 3. സോ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പോൾ നമ്മൾ L of f of t is equal to L of t into u of t minus 3 ഇങ്ങനെ വരികയാണ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ നമുക്ക് u of t minus 3 മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്യാം, ആണല്ലോ, ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഒരു ടിയും കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ടിയും കൂടെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം നോക്കിക്കേ, എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ടി മൈനസ് എ ഇവിടെയുണ്ട്, ഇവിടെയും ടി മൈനസ് എ ഉണ്ട്. ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ടി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടീനെയും കൂടെ ടി മൈനസ് 3 എന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇതിനെ ടീനെ ടി മൈനസ് 3 ആക്കുക. നമ്മൾ എന്ത് ചെയ്യാം? എൽ ഓഫ് ഇതിന് ടി മൈനസ് 3 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ വിലയ്ക്ക് വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചേഞ്ച് വരരുത്, ഈ ഫംഗ്ഷൻ ചേഞ്ച് വരരുത്. സോ വി ആർ ഗോയിങ് ടു ആഡ് 3 ഓൾസോ. ഇങ്ങനെ കൊടുത്തു, ടി മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇത് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, ടി മൈനസ് 3 നമുക്കിവിടെ ആവശ്യമുണ്ട്. സോ ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 എന്ന് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സോ എൽ ഓഫ് t minus 3 into u of t minus 3 plus 3 into u of t minus 3 ഇങ്ങനെ എഴുതി. ഇനി നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ബ്രാക്കറ്റിനുള്ളിലോട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക നോക്കാം നമുക്ക്. So this is equal to L of ഓരോന്നിനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്, ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 പ്ലസ് എൽ ഓഫ് ദിസ് വൺ 3 ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 3 നമുക്ക് പുറത്തെടുക്കാം, ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു നേരത്തെ. സോ 3 ഇൻറ്റു എൽ ഓഫ് എന്ത് വന്നു? യു ഓഫ് ടി മൈനസ് എ, ദാറ്റ് ഈസ് യു ഓഫ് ടി മൈനസ് 3. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇത് നോക്കിയേ, ഇതിപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ കൊണ്ടെത്തിച്ചു. പക്ഷേ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. നമുക്ക് എ എന്താണെന്നറിയാം, നമ്മുടെ പ്രോബ്ലത്തിൽ എ ഈസ് ഈക്വൽ ടു 3. സോ ഇ റൈസ് ടു മൈനസ് 3s നമുക്കത് അവിടെ എഴുതാം. പക്ഷേ എഫ് ഓഫ് എസ് എന്താ? എഫ് ഓഫ് എസ് എന്താ നമുക്കെല്ലാം അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. എഫ് ഓഫ് എസ് എന്താ? എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് എഫ് ഓഫ് എസ് എന്ന് നമുക്കറിയാം. എന്താ എഫ് ഓഫ് ടി? എഫ് ഓഫ് ടി ഏതാണ്? എഫ് ഓഫ് ടി നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിരുന്ന ടി ആണ് നമ്മൾ ടി മൈനസ് 3 ആക്കിയത്. നമ്മുടെ ഫംഗ്ഷനിൽ ആദ്യം ഉണ്ടായിരുന്ന ടി നമ്മളിങ്ങനെ മാറ്റി എഴുതി, ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 എന്ന് എഴുതി. ഈ ടി ആണ് നമ്മുടെ എഫ് ഓഫ് ടി, ആദ്യം ഉണ്ടായിരുന്ന ടി. നമ്മൾ അതിനെ മോഡിഫൈ ചെയ്താണ് ഈ രീതിയിലോട്ട് മാറ്റിയത്. അപ്പോൾ ഇത് മാറ്റുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ, ടിയിലുള്ള ഫംഗ്ഷൻ എന്താണോ അതാണ് നമ്മുടെ എഫ് ഓഫ് ടി. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോം നമുക്ക് വേണം ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോം നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ തന്നെ നമുക്ക് ചെയ്യണം എന്നില്ല. എഫ് ഓഫ് ടി, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു നമ്മുടെ എൽ ഓഫ് ടി ആണ്.
അല്ലേ? എൽ ഓഫ് ടി ആണ് നമ്മുടെ എഫ് ഓഫ് ടി, ഇവിടുത്തെ ഫംഗ്ഷൻ ടി ആണ്. സോ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം, നമ്മൾ ആദ്യം പഠിച്ചു 1/s². ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കാണാതെ നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ ടി റൈസ് ടു എന്നിൻ്റെ നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ട്. ടി റൈസ് ടു എൻ എന്താ? n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n പ്ലസ് 1. സോ ഇവിടെ ടിയുടെ പവർ 1 ആണ്. സോ 1 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 1 പ്ലസ് 1, ദാറ്റ് ഈസ് 1/s². അപ്പോൾ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s² ആണെന്നുള്ള ഫോമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കൊടുക്കാൻ പോവാണ് ഫോമുലയിലോട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് as ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, e റൈസ് ടു മൈനസ് 3s, എയുടെ വാല്യൂ 3, ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, ദിസ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. f of s is equal to 1/s² plus 3 is a constant, 3 into L of u of t minus 3. ഇതാ ഇവിടെ വരിക. L of u of t minus a is equal to e raised to minus as by s. So here e raised to minus 3s by s. വേണമെങ്കിൽ നിങ്ങൾക്ക് LCM s² എടുക്കാം, s² എടുക്കാം. e raised to minus 3s കോമൺ ആണ്, ഔട്ട് എടുക്കാം. സോ ഇവിടെ നമുക്ക് എന്താ ഉള്ള 1 അല്ലേ? s² ആണ് 1 പ്ലസ് ഇവിടെ ഒരു എസിൻ്റെ കുറവുണ്ട്. സോ 3s. സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറവും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു u ഓഫ് t മൈനസ് 1. അപ്പോൾ ഇവിടെ t മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, t മൈനസ് 1, രണ്ട് സ്ഥലത്തും t മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കാണണമെങ്കിൽ എഫ് ഓഫ് ടി വേണം. അപ്പോൾ എഫ് ഓഫ് ടി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടുന്ന് ഈ ഒരു എ എന്നുള്ള വാല്യൂ എന്താണ്? 1 ആണ്. u ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ t മൈനസ് 1, അത് നമ്മളങ്ങ് കളയുക, ബാക്കിയുള്ളത് മാത്രം എടുക്കുക. അപ്പോൾ ഇവിടെ t മൈനസ് 1 ദ ഹോൾ സ്ക്വയറിൽ -1 കളഞ്ഞാൽ ബാക്കിയുള്ളത് t². അപ്പോൾ t²നെയാണ് നമ്മുടെ ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്. t എടുക്കരുത്. -1 നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. എഫ് ഓഫ് ടി എന്നുള്ളത് ഈ t ആണ്, t². ഈ സ്ക്വയറും കൂടെ വരണം, പവർ എന്താണോ അതും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. സോ ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു t². എഫ് ഓഫ് ടി t² ആണ്, അത് ആദ്യം എടുക്കുക. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കാണാം. എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് t². t²ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? 2 ഫാക്ടോറിയൽ ബൈ s³ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/s³ വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. നൗ ബൈ യൂസിങ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ട് എന്താ? എൽ ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് as ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, ദാറ്റ് ഈസ് e റൈസ് ടു മൈനസ് as, എയുടെ വാല്യൂ 1. സോ e റൈസ് ടു മൈനസ് s ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് 2/s³. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 e റൈസ് ടു മൈനസ് s ബൈ s³. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. എഫ് ഓഫ് ടി കണ്ടുപിടിച്ചെടുക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ, അത് ശ്രദ്ധിച്ച് എഴുതുക. ബാക്കി ഇവിടെ സ്ക്വയർ വന്നതുകൊണ്ട് ഈ ഫോമുലയിൽ പവർ 1 ആണ്, അത് അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് മാത്രം എടുത്താൽ മതി. ഡയറക്റ്റായിട്ട് ഫോമുല അപ്ലൈ ചെയ്യാം. 2 e റൈസ് ടു മൈനസ് s ബൈ s³. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് 3t ഇൻറ്റു u ഓഫ് t മൈനസ് 1. അപ്പോൾ e റൈസ് ടു മൈനസ് 3t ഇൻറ്റു u ഓഫ് t മൈനസ് 1 എന്നാണ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ t മൈനസ് 1 ആണ്. സോ ഇതും നമുക്ക് t മൈനസ് 1 കൊണ്ടുവരണം. ഇവിടെ എങ്ങനെ t മൈനസ് 1 കൊണ്ടുവരാം നമുക്ക് നോക്കാം. ഹിയർ e റൈസ് ടു മൈനസ് 3t ഇൻറ്റു u ഓഫ് t മൈനസ് 1 ഇസ് ഈക്വൽ ടു, ഞാനിതിനെ മാറ്റുകയാണ്, e റൈസ് ടു മൈനസ് 3 ഇൻറ്റു, നമുക്ക് t മൈനസ് 1 ആണ് വേണ്ടത്. നമുക്ക് എന്താണ് ആവശ്യം അത് ആദ്യം എഴുതുക. മൈനസ് t മൈനസ് 1, -1 കൊടുത്തു. അപ്പോൾ എന്ത് വേണം? ഒരു +1 കൂടെ വേണം അല്ലേ? +1. ഇതിന് മൈനസ് 3t മൈനസ് 1 എന്ന് എഴുതരുത്. 3യെ പുറത്തെടുക്കുക, എന്നിട്ട് t മാത്രം, നമുക്ക് t മൈനസ് 1 മതി. അപ്പോൾ -3 ഓൾറെഡി പുറത്തെടുക്കുക. അതിനുശേഷം ഇവിടെ മോഡിഫിക്കേഷൻ വരുത്തുക. സോ t മൈനസ് 1 കൊടുത്തു, ചേഞ്ച് വരാതിരിക്കാൻ ഒരു +1 കൊടുത്തു. ഇനി ബാക്കിയുള്ള u ഓഫ് t മൈനസ് 1 കൊടുത്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സോ e റൈസ് ടു -3 ഇൻറ്റു t മൈനസ് 1 നമ്മൾ ഒരുമിച്ചെടുക്കണം. t മൈനസ് 1നെ ഒന്നും ചെയ്യരുത്. t മൈനസ് 1 നമുക്ക് ഒന്നിച്ച് വേണം. ഇൻറ്റു e റൈസ് ടു -3 അല്ലേ? ഈ -3 കൊണ്ട് തൊട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. പവർ തമ്മിൽ പവേഴ്സ് a റൈസ് ടു m പ്ലസ് n ഈസ് a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇൻറ്റു u ഓഫ് t മൈനസ് 1
ഓക്കെ, ഇനി നമ്മുടെ ഇ റൈസ് ടു മൈനസ് 3 ഇസ് എ കോൺസ്റ്റൻറ്റ്. അതിന് ആദ്യം എഴുതി ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ നമ്മളിത് കൊണ്ടെത്തിച്ചു. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. നൗ എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് 3t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3 ഇസ് എ കോൺസ്റ്റൻറ്റ്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? എഫ് ഓഫ് ടി. വാട്ട് ഈസ് എഫ് ഓഫ് ടി? എഫ് ഓഫ് ടി എന്തായിരുന്നു? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് 3t തന്നെയാണ്. നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അപ്പോൾ അത് ഇ റൈസ് ടു മൈനസ് 3t ആണ്. സോ എഫ് ഓഫ് ടി ഈസ് ഇ റൈസ് ടു മൈനസ് 3t. ഇതിൻ്റെ ട്രാൻസ്ഫോം വേണം. അപ്പോൾ എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് 3t വേണം. അത് നമുക്കറിയാം എന്താണ് എൽ ഓഫ് ഇ റൈസ് ടു 8tയുടെ ഫോമുല. ഇ റൈസ് ടു 8t ഈസ് 1/s മൈനസ് എ. ഇ റൈസ് ടു മൈനസ് 8t വന്നാൽ 1/s പ്ലസ് എ. ഹിയർ എ ഈസ് ഈക്വൽ ടു 3. സോ 1/s പ്ലസ് 3. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ടാണ്. ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് നിങ്ങൾ എഴുതിക്കൊള്ളണം. ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു എന്താ പറയുക? ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഹിയർ എ ഈസ് ഈക്വൽ ടു 1. സോ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് 1/s പ്ലസ് 3. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പോൾ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. സോ ഇ റൈസ് ടു മൈനസ് 3 മൈനസ് എസ് മൈനസ് ഓഫ് 3 പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. അപ്പോൾ ഇവിടെ ടി മൈനസ് പൈ. സോ ഇവിടെയും ടി മൈനസ് പൈ. അപ്പോൾ എല്ലാം ഒരേ മോഡലിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ഈസ് ഈക്വൽ ടു സൈൻ 2 ഇൻറ്റു 2 പുറത്തെടുക്കാൻ മറക്കരുത്. 2 ഇൻറ്റു ടി മൈനസ് പൈ പ്ലസ് പൈ കൊടുക്കാനും മറക്കരുത് ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ഇനി നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. സൈൻ ബ്രാക്കറ്റിനകത്തോട്ട് ഞാൻ 2 കൊണ്ടുപോവാണ്. 2 ബ്രാക്കറ്റിനകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ടി മൈനസ് പൈ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അവരൊന്നായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിന് മൈനസ് പൈ കൊടുത്തിട്ട് പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അവർ ഒരുമിച്ചേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ടി മൈനസ് പൈയിൽ 2 കൊടുക്കുകയാണ്. 2 ഇൻറ്റു ടി മൈനസ് പൈ പ്ലസ് 2 പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. ദിസ് ഈസ് ഈക്വൽ ടു, നോക്കിക്കേത്, സൈൻ 2π പ്ലസ് തീറ്റ അല്ലെങ്കിൽ സൈൻ 180 പ്ലസ് തീറ്റ. വോട്ട് ഈസ് സൈൻ 180 പ്ലസ് തീറ്റ? സൈൻ 180 പ്ലസ് തീറ്റ ഈസ് സൈൻ തീറ്റ ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സൈൻ 2 ഇൻറ്റു ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ. കഴിഞ്ഞു. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിലോട്ട് പോകാം. അപ്പോൾ അവിടെ പോകണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വേണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കണ്ടുപിടിച്ച് വയ്ക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഏതാ നിങ്ങളുടെ ഈസി എന്താണ്, അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ 2t ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ഈസ് ഈക്വൽ ടു എൽ ഓഫ് sin 2 into t minus pi into u of t minus pi. ഓക്കെ, ഇനി സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാണ്. അതിന് മുന്നേ സൈൻ 2tയുടെ ട്രാൻസ്ഫോം ഞാൻ സൈഡിൽ എഴുതാം. എൽ ഓഫ് സൈൻ 2t. എൽ ഓഫ് സൈൻ 2t നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ സൈൻ 2t എന്താ വരും? a ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഹിയർ a ഈസ് ഈക്വൽ ടു 2. സോ 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. ഇതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് അല്ലേ? ഇ റൈസ് ടു മൈനസ് എ എസ്. ഇ റൈസ് ടു മൈനസ് വാട്ട് ഈസ് എ ഈസ് പൈ. ഇ റൈസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ദാറ്റ് ഈസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇ റൈസ് ടു മൈനസ് പൈ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the Laplace transform of e raised to minus t cos 2t into u of t minus pi. അപ്പോൾ ഇവിടെ cos 2t into u of t minus pi ഇത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ഫംഗ്ഷൻ കൂടെ കിടക്കുകയാണ്, e raised to minus t.
അപ്പോൾ ഇത് എന്താണ്, ഇത് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, പക്ഷേ cos 2t കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ്. അത് കഴിഞ്ഞ് e⁻t കൂടെ വരുന്നു. അപ്പോൾ ഏതൊരു തിയറം കൂടെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം? പ്രോപ്പർട്ടി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും കൂടെ വരുന്നതാണ്. സോ സെക്കൻഡ് ഷിഫ്റ്റിങ്ങും ഫസ്റ്റ് ഷിഫ്റ്റിങ്ങും ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലമാണിത്. ഈസിയാണ് ചെയ്യാനായിട്ട്. ബാക്കി ആദ്യം നമ്മളെല്ലാം പഴയതുപോലെ ചെയ്യുന്നു, അവസാനം നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇവിടെ എന്ത് വരും. ആദ്യം നമുക്ക് cos 2t ഇൻറ്റു u(t−π) എടുക്കാം. cos 2t ഇൻറ്റു u(t−π) ഈസ് cos 2 ഇൻറ്റു t−π പ്ലസ് പൈ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം കാര്യം തന്നെയാണ്, ഇൻറ്റു u(t−π) അല്ലേ. ഇത് നമുക്ക് ഇനി ഇത് ബ്രാക്കറ്റിനകത്തോട് എടുക്കുകയാണ്. cos ഓഫ് 2 ഇൻറ്റു t−π പ്ലസ് 2π ഇൻറ്റു u(t−π). ദിസ് ഈസ് ഈക്വൽ ടു അഗൈൻ cos 180 പ്ലസ് തീറ്റ. കഴിഞ്ഞത് പറഞ്ഞതുപോലെ cos 180 പ്ലസ് തീറ്റ എന്താ? cos തീറ്റ തന്നെയാണ്. സോ cos 2 ഇൻറ്റു t−π ഇൻറ്റു u(t−π). ഓക്കെ, ഇനി സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാണ്. നൗ ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം L ഓഫ് cos 2t ഇൻറ്റു u(t−π) ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടുത്തെ എയുടെ വാല്യൂ പൈ ആണ്. e⁻−πs ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി. വാട്ട് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി? എഫ് ഓഫ് ടി എന്താ? എഫ് ഓഫ് ടി ഈസ് cos 2t. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്, e⁻−πs ഇൻറ്റു എൽ ഓഫ് cos 2t. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ച് കൊടുത്തു. ഇങ്ങനെയും നമുക്ക് എഴുതാം, e⁻−πs ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി നമ്മുടെ cos 2t ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ e⁻−πs ഇൻറ്റു വാട്ട് ഈസ് എൽ ഓഫ് cos 2t? cos 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² പ്ലസ് 4 ആണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇത് നമുക്ക് e⁻−t കൂടെ വേണം. അപ്പോൾ അടുത്ത e⁻−t എഴുതാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. നോക്കിക്കേ, നൗ ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ഇൻറ്റു cos 2t ഇൻറ്റു u(t−π) ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? എസ് എല്ലാം s+a അല്ലെങ്കിൽ s-a ആക്കണം. എസ് എല്ലാം s-a ആക്കണം. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ -1 ആണ്. -1 ആയതുകൊണ്ട് എസ് എല്ലാം എന്താവും? s-(-1) ദാറ്റ് ഈസ് s+1 ആകും. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഒത്തിരി പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ എസിനെ എല്ലാം നമ്മൾ s+1 ആക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? e⁻−πs into s/s² plus 1 where s is replaced by s+1. s എല്ലാം s+1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കത് മാറ്റി എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻−π ഇൻറ്റു s+1 ഇൻറ്റു s+1 ഡിവൈഡഡ് ബൈ s+1 the whole square plus 4. Okay, this is equal to s+1 into e⁻−π into s+1 divided by s². ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. s² പ്ലസ് 2s പ്ലസ് 1 വരും. 1 + 4 is 5. ഇങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ, നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1ഉം 0ഉം ആണ്. അപ്പോൾ ഇവിടെ ടിയും t²ഉം ടിയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് വന്നിരിക്കുകയാണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഫോർ 0 less than t less than or equal to 2 and t² for t greater than 2. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ രണ്ട് ടിയിലുള്ള ഫംഗ്ഷൻസ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പഠിക്കുക. ഇഫ് എഫ് ഓഫ് ടി ഈസ് ഡിഫൈൻഡ് as, ഈ പ്രോപ്പർട്ടി എന്താ? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു f1t. കണ്ടില്ലേ, ടിയിലുള്ള ഒരു ഫംഗ്ഷൻ, അതിനെ f1t for t less than a and f2t for t greater than or equal to a. ഇങ്ങനെ വന്നാൽ നമ്മൾ എഫ് ഓഫ് ടിയെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേംസിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. f1t ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുന്നു, f1t ഇൻറ്റു u(t−a). ഇങ്ങനെ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഇവിടെ കണ്ടില്ലേ, t less than a, ഇവിടെ t less than 2, less than or equal to വന്നാലും കുഴപ്പമില്ല. 2 t greater than or equal to a, ഇവിടെ t greater than 2. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മാറ്റാം? ഹിയർ
എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടിയെ മാറ്റി എഴുതുകയാണ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രോബ്ലം എക്സാമിന് വരുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി ആദ്യം എഴുതുക. അതിനുശേഷം നമുക്ക് എഫ് ഓഫ് ടി എക്സ്പ്രസ് ചെയ്യാം. സോ എഫ് വൺ ടി ഈസ് ടി. സോ ടി പ്ലസ് എഫ് ടു ടി മൈനസ് എഫ് വൺ ടി, ടി സ്ക്വയർ മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. വാട്ട് ഈസ് എ? എ ഈസ് 2. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് കാണേണ്ടത്. അപ്പോൾ ടി എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ? 1/s² ആണ്. അത് നമുക്ക് ആദ്യമേ അറിയാം. ഇവിടെ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ടി സ്ക്വയർ മൈനസ് ടി ആണ്. അപ്പോൾ ഇത് ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് രണ്ടായിട്ട് മാറ്റുക. അതിന് ശേഷമാണ് നമ്മൾ ടി മൈനസ് 2 കൊണ്ടുവരേണ്ടത്. അതിന് മുമ്പ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിലും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ടിയെ ടി മൈനസ് 2 കൊണ്ടുവരാം. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് സ്പ്ലിറ്റ് ചെയ്യാണ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. കണ്ടില്ലേ? ഇനി ബാക്കി നമ്മളിത് നേരത്തെ ചെയ്ത പോലത്തെ പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി ടി സ്ക്വയറും ഇവിടുത്തെ എഫ് ഓഫ് ടി ടിയും ആണ്. അത് ആദ്യമേ നിങ്ങൾ നോക്കി വയ്ക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ടി പ്ലസ്, ഇത് നമുക്കിങ്ങനെ മാറ്റാം, ടി മൈനസ് 2 വേണം. സോ ടി മൈനസ് 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 മാറ്റി. ഇവിടെ മൈനസ് ഓഫ് ടി മൈനസ് 2 പ്ലസ് 2 അല്ലേ? ഇവിടെയും വേണം പ്ലസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു ടി പ്ലസ്, ഇനി നമുക്ക് ഇത് സ്ക്വയർ ചെയ്യണം അല്ലേ? സ്ക്വയർ കിടക്കാണ്. ഇത് സ്ക്വയർ ചെയ്ത് മാറ്റിയാൽ മാത്രം, അല്ലാണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ടി മൈനസ് 2 പ്ലസ് 2, ടി മൈനസ് 2നെ നമ്മൾ വിട്ട് കളയാനും പാടില്ല, അവർ ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്താൽ മാത്രമേ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു സ്ക്വയർ ദിസ് ടേം. അപ്പോൾ ടി മൈനസ് 2നെ എ ആയിട്ടും 2നെ ബി ആയിട്ടും വേണം നിങ്ങൾ എടുക്കേണ്ടത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എ സ്ക്വയർ ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 2 ഇൻറ്റു ടി മൈനസ് 2, ദാറ്റ് ഈസ് 4 ഇൻറ്റു ടി മൈനസ് 2 എന്ന് വരും. ഓക്കെ. പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 2 സ്ക്വയർ 4. ഇത്രയും ഡബിൾ ബ്രാക്കറ്റ് കൊടുത്തു ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് ടി മൈനസ് 2നെ മാത്രം ഒരുമിച്ചെടുക്കുന്നു. ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇനി ഇതാ ഈ മൈനസ് അകത്തോട്ട് പോകുന്നു. മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. കുറേ ലെങ്തി ആയിട്ടുള്ളൊരു ടേമാണിത്. വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഓരോ ടേമിലും യു ഓഫ് ടി മൈനസ് 2 അകത്തോട്ട് കൊണ്ടുവരാം. ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ടി പ്ലസ്, ഓരോന്നിലായിട്ട് അപ്ലൈ ചെയ്യാം. ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 മൈനസ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. കണ്ടില്ലേ? എല്ലാം സ്പ്ലിറ്റായി. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് ടേം ടി ആണ്. അതിനെ കൂട്ടുപിടിക്കാൻ ആരുമില്ല, അവിടെ ഒറ്റയ്ക്കാണ് അയാൾ അവിടെ ഇരുന്നോട്ടെ. അടുത്ത് നോക്കുക, ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അയാൾക്ക് കൂട്ടായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ടേംസ് വേറെ ഇല്ല. അപ്പോൾ അയാളും ഒറ്റയ്ക്കാണ്, അയാളും അവിടെ ഇരുന്നോട്ടെ. അടുത്ത് നോക്കിക്കേ, 4 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അതുപോലെയാണ് ഇതാ ഇവിടെ മൈനസ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അപ്പോൾ ഇവരെ തമ്മിൽ കൂട്ടാം. എന്ത് ചെയ്യാം? 4, ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് 4, ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് -1. സോ ആഡ് ചെയ്യുമ്പോൾ +3 വരും അല്ലേ? ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ടി പ്ലസ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് ഇവരെ രണ്ടുപേരെയും തമ്മിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ 3 ആണ് വരുന്നത്. 3 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. പിന്നെ ആരാ ഉള്ളത്? ഇവർ രണ്ടുപേരും ഉണ്ട്. ഇവർ രണ്ടുപേരും കോൺസ്റ്റൻസ് ആണ് അല്ലേ? 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് +2 ആണ് കിട്ടുന്നത്. സോ +2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അപ്പോൾ എല്ലാം ക്ലിയറായി. ഇനി നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്താൽ മാത്രം മതി. ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ചില ടേംസിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വരും, ചിലതിൽ ഡയറക്റ്റ്ലി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നൗ എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് ടി പ്ലസ് എൽ ഓഫ്, ഇതിനെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്, ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ്, അല്ലെങ്കിൽ വേണ്ട ഒറ്റയ്ക്ക് തന്നെ എഴുതാം, പ്ലസ് അടുത്ത ടേം എന്താണ്? 3 ഉണ്ട്. 3 പുറത്തെടുത്തു. 3 ഇൻറ്റു
L of t minus 2 into u of t minus 2 plus last term 2 into L of u of t minus 2. This is equal to, what is L of t? L of t നമുക്കറിയാം 1 by s square plus ഇവിടെ നോക്കിയേ ഇതെല്ലാം ഇത് മൂന്നും നമുക്ക് ഇത് രണ്ടും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus as into capital F of s ആണ്. സോ e raised to minus 2s into capital F of s is L of t square. നമ്മൾ t ആണ് t minus 2 എന്നാക്കിയത്, സ്ക്വയർ ഉണ്ട്. സോ L of t square പ്ലസ് ഇവിടെ 3 ഉണ്ട്, 3 ഇൻറ്റു ഇവിടെയും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus 2s ഇൻറ്റു ഇവിടുത്തെ L of t f of t എന്താ t ആണ്. സോ L of t L of f of t പ്ലസ് 2 ഇൻറ്റു ഇത് L of the unit step function Laplace transform of u of t minus a നമ്മൾ പഠിച്ച ഫോർമുല e raised to minus as divided by s ആണ്. സോ ഇവിടെ e raised to minus 2s divided by s. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്ഫോമും കൂടെയാണ് നമുക്ക് വേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by s സ്ക്വയർ പ്ലസ് e raised to minus 2s എല്ലാത്തിലും ഉണ്ട്, നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. e raised to minus 2s ഇൻറ്റു what is L of t square? L of t square is 2 factorial by s cube. 2 factorial is 2 itself. സോ 2 എന്ന് ഞാൻ എഴുതി പ്ലസ് L of t. L of t എന്താ? L of t is 1 by s സ്ക്വയർ, 3 ഉണ്ട്. സോ 3 by s സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്? 1 by s 2 by s മാത്രം അല്ലേ. 2 e raised to minus 2s പുറത്ത് പോയി 2 by s. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി ഇതിനകത്ത് s ക്യൂബ് s സ്ക്വയർ s വേണമെങ്കിൽ നിങ്ങൾക്ക് LCM എടുത്ത് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 1 by s സ്ക്വയർ ആദ്യത്തെ ടേം അതുപോലെ എഴുതി പ്ലസ് e raised to minus 2s ഇൻറ്റു s ക്യൂബ് ഞാൻ LCM എടുക്കുകയാണ്. s ക്യൂബ് എടുത്താൽ ബ്രാക്കറ്റിനുള്ള ഇതൊക്കെ വരും, ഇവിടെ 2 പ്ലസ് ഇവിടെ ഒരു എസിൻ്റെ കുറവുണ്ട്. സോ 3s പ്ലസ് ഇവിടെ എന്താ s സ്ക്വയറിൻ്റെ കുറവാണുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ 2s സ്ക്വയർ കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by s സ്ക്വയർ പ്ലസ് e raised to minus 2s by s ക്യൂബ് ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ്സ് 2s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇങ്ങനത്തെ പ്രോപ്പർട്ടി വരുമ്പോൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യണം. കുറച്ച് ലെങ്തിയാണ്, ശ്രദ്ധിച്ച് ഓരോ സിംപ്ലിഫിക്കേഷനും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.